നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഭാരതീയ സംസ്കാരത്തിൽ വിവാഹത്തിന് വളരെയധികം മുഖ്യമായ സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും വിവാഹബന്ധം വേണ്ടതായുണ്ട്. രണ്ടു വ്യക്തികൾ തമ്മിൽ എന്നതിൽ ഉപരി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന കൂടിച്ചേരലാണ് വിവാഹം. അതുകൊണ്ട് തന്നെ അന്യോന്യം എല്ലാ തരത്തിലും യോജിച്ച ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൽസ്വഭാവം, കുടുംബ പശ്ചാത്തലം, ജാതക പൊരുത്തം, സൗന്ദര്യം എന്നിവ പ്രധാനമായും പരിഗണിക്കണം. തങ്ങൾക്ക് ഒരുപാട് മുകളിലോ ഒരുപാട് താഴെയോ ഉള്ള കുടുംബങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പുരുഷൻ തനിക്ക് അനുയോജ്യയായ ഒരു കന്യകയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കന്യക കാണുവാൻ ഭംഗിയുള്ള വ്യക്തിയായിരിക്കണം. സദാചാരനിഷ്ഠവും കുലമഹിമയും ഉള്ള കുടുംബമായിരിക്കണം. പുരുഷനേക്കാൾ 3 വയസ്സെങ്കിലും പ്രായം കുറഞ്ഞവളായിരിക്കണം സ്ത്രീ. കന്യകയ്ക്ക് ആരോഗ്യം ഉണ്ടായിരിക്കണം. പല്ല്, നഖം, തലമുടി, ചെവി, കണ്ണ് എന്നിവ അധികം വലുതോ ഒരുപാട് ചെറുതോ ആകരുത് എന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി നിശ്ചയിച്ച പെൺകുട്ടിയെയും ഒഴിവാക്കണം. വരനേക്കാൾ ഒരുപാട് പ്രായം കുറയുന്നതും അത്ര കണ്ട് നല്ലതല്ല. ഒപ്പത്തിനൊപ്പം പ്രായവും നന്നല്ല. പുരുഷഛായയുള്ള വ്യക്തികളെയും ഒഴിവാക്കുന്നതാണ് നല്ലത്. തുടകൾക്ക് ചേർച്ചയില്ലാത്തവൾ, ചുമല് തൂങ്ങിയവൾ എന്നിവരെയും ഒഴിവാക്കണം എന്നാണ് ശാസ്ത്രവിധി. പെട്ടെന്നുള്ള എടുത്തുചാട്ടം കൊണ്ടോ വാശിപ്പുറത്തോ വിവാഹത്തിന് ഒരുങ്ങരുത്. വളരെയധികം പവിത്രവും പരിപാവനവുമായ ഒരു കർമ്മമാണ് വിവാഹം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടത്. അത് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താവൂ. കണ്ണിനും മനസ്സിനും ഇഷ്ടപ്പെടാത്ത കന്യകയെ വിവാഹം കഴിച്ചാൽ ഒരിക്കലും സുഖമോ സ്വസ്ഥതയോ ഉണ്ടാകില്ല. മനസ്സിന് ഇഷ്ടമായില്ലെങ്കിൽ അത് പെൺകുട്ടിക്കോ വീട്ടുകാർക്കോ വിഷമമായാലോ എന്ന് കരുതി പറയാതിരുന്ന് കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നതിന് പകരം മനസ്സിന് ഇഷ്ടമായില്ല എങ്കിൽ അത് ആദ്യം തന്നെ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും തന്നെ പറഞ്ഞ് ആ വിവാഹ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാകും ഏറ്റവും നല്ലത്. സൗന്ദര്യം, സൗശീല്യം, സമ്പത്ത് എന്നിവയിൽ പെൺകുട്ടിയുടെ സൗശീല്യത്തിനാണ് മുഖ്യമായ പ്രാധാന്യം നൽകേണ്ടത്. സൗന്ദര്യവും സമ്പത്തും കുറവാണെങ്കിലും ശീലഗുണമുള്ള പെൺകുട്ടികൾ ഭർത്താവിന് എന്നും യോജിച്ച പങ്കാളിയായിരിക്കും. സ്വഭാവ ഗുണമാണ് മറ്റെല്ലാ ഗുണത്തിനും മേലെയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.